നമസ്കാരം. ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തത്സമയ വിവരങ്ങളാണ് ലൈവ് ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം പോകുന്നത് ഡൽഹിയിലേക്കാണ്. രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാടിനൊപ്പം അമേഠിയിലും മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ തവണ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച രാഹുൽ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചേക്കും എന്ന സൂചനകളും എത്തുന്നുണ്ട്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, ഈ ആരെല്ലാം എവിടെയെല്ലാം മത്സരിക്കുമെന്നതിൽ കൂടുതൽ അഭ്യൂഹങ്ങളാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തമായ ചിത്രം തെളിഞ്ഞു വരുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എവിടെയെല്ലാം മത്സരിക്കും? സ്മിത, നാളെയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനിരിക്കുന്നത്. അതിനു മുൻപ് തന്നെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അമേഠി കൂടാതെ വയനാട് സീറ്റും രാഹുൽ ഗാന്ധിയുടെ പരിഗണനയിലുണ്ട്. 2019 അമേഠിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നു. പക്ഷേ വയനാട്ടിൽ മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. ഇക്കുറി 2019 സമാനമായി തന്നെ അമേഠിയിലും വയനാട്ടിലും മത്സരിക്കും. നേരത്തെ തന്നെ BJP രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടി അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാം തന്നെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വീണ്ടും അമേഠിയിൽ മത്സരിക്കുന്നത്. അമേഠിയെ ഒഴിവാക്കി മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും അമേഠിയിൽ നിന്ന് ഒളിച്ചോടി എന്നൊരു പ്രചരണം BJP വ്യാപകമായി നടത്തും. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും അമേഠിയിൽ നിന്ന് മത്സരിച്ച് 2004 ശേഷം 2004 മുതൽ അമേഠിയെ പ്രതികരിക്കുന്ന രാഹുൽ ഗാന്ധി 2019 പരാജയം നേരിട്ടത്. ഇക്കുറി അമേഠി തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അമേഠിയിൽ നിന്ന് വീണ്ടും മത്സരിച്ച് ലോക്സഭയിൽ എത്താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ വയനാടും ഇതിനോടൊപ്പം തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഹൈക്കമാൻഡുമായി ചർച്ചകളെല്ലാം തന്നെ അതിലിപ്പോൾ അന്തിമ തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നാളെ തന്നെ, ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ 2 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2004 ശേഷം 2004 മുതൽ ഏതാണ്ട് 2019 വരെ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നാണ് ലോക്സഭയിൽ എത്തിയത്. പിന്നീട് 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിൽ നിന്നും ഏതാണ്ട് 50,000 വോട്ടിന്റെ പരാജയമാണ് നേരിട്ടത്. ആ ഒരു സാഹചര്യത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് ഇക്കുറി അമേഠി തിരിച്ചുപിടിക്കാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സ്ഥാനാർത്ഥിത്വം എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ വയനാടും കൈവിടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ട്. നേരത്തെ നടന്ന ചർച്ചകൾ ഒരുപക്ഷെ തെലങ്കാനയിലോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലെ ഈ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മണ്ഡലമാകും രാഹുൽ ഗാന്ധി പരിഗണിക്കുക എന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന ചില ചർച്ചകളും അത്തരം റിപ്പോർട്ടുകളും. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ മാറ്റി വയനാട് നിന്ന് വീണ്ടും മത്സരിക്കാൻ ഒരു തീരുമാനമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നാളെ ഒരു പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സോണിയാഗാന്ധി ഇക്കുറി രാജ്യസഭയിൽ തെരഞ്ഞെടുത്തൊരു പശ്ചാത്തലത്തിൽ റായ്ബറയിൽ നിന്ന് മകൾ പ്രിയങ്ക ഗാന്ധി മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 96 മുതൽ റായ്ബറയിൽ നിന്ന് സോണിയാഗാന്ധിയാണ് വിജയിച്ച് പാർലമെന്റിലെത്തിയത്. ഇക്കുറി അത് പ്രിയങ്ക ഗാന്ധിയിലൂടെ മണ്ഡലം നിലനിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്കായി മണ്ഡലത്തിലുടനീളം ഇതിനകം തന്നെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും റായ്ബറേലിയിലും അതോടൊപ്പം തന്നെ അമേഠിയിലും കൂടാതെ വയനാട്ടിലും ഇപ്പോൾ ഏതാണ്ട് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നാളെയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വിവരങ്ങളുമായി ചേർന്നത്. രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാടിനൊപ്പം അമേഠിയിലും മത്സരിക്കും എന്ന റിപ്പോർട്ടുകളാണ് നിതിൻ അംബുജൻ നൽകിയത്. നേരത്തെ പ്രിയങ്ക ഗാന്ധിയുടെ പേരിന് പകരം സോണിയാഗാന്ധി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മാറിപ്പോയതാണ്, പ്രേക്ഷകർ ക്ഷമിക്കുക. കഴിഞ്ഞ തവണ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച രാഹുൽ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭയുടെ തീരുമാനം. പ്രതിരോധ നടപടികളിൽ വനംവകുപ്പിനൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഭാഗമാവുകയും ചെയ്യും. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഇതിങ്ങനെ വലിയ ആശങ്കയിലും ഭീതിയിലും ഒക്കെ കഴിയുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഓരോ അതിർത്തിയിലും ഉള്ളത്. വനാതിർത്തികളിൽ ആ പ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ തന്നെ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ അത് സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടോ? സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇപ്പോൾ മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്ന ഈ തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ വാർത്ത. നമുക്കറിയാം, ഈ കൊല്ലം മാത്രം, ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ മാത്രം ഏതാണ്ട് 7ഓളം പേരാണ് കാട്ടാനയുടെ കലിയിൽ മാത്രം ജീവൻ നഷ്ടമായി. ഇവരടക്കമുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ടാണ് മന്ത്രിസഭാ യോഗം ഇന്നിതാ ചർച്ചയ്ക്കെടുത്തത്. ആ ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു തീരുമാനം എടുത്തിരുന്നു. നേരത്തെയും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ അത് വനംവകുപ്പിന്റെ വീഴ്ചയടക്കം വലിയ തരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുറത്തു പറഞ്ഞിരുന്നു. പ്രതിപക്ഷമടക്കം ആക്ഷേപവുമായി വനം മന്ത്രിയും വനം വകുപ്പിനെയും
കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഏകോപിപ്പിക്കും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പിന്റെ മേധാവി. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഇക്കാര്യങ്ങൾ നടക്കുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രി മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥലത്തിലുമുള്ള 4 സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ രൂപീകരിക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാനതല ഉദ്യോഗസ്ഥ സമിതി ഉൾപ്പെടെയുള്ള സമിതികളുടെ ചുമതലകളും പ്രവർത്തന രീതിയും ചീഫ് സെക്രട്ടറി വനം വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായിരിക്കും സമിതി. വനം വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി എന്നിവർ അംഗങ്ങളാകും. ചീഫ് സെക്രട്ടറി കൺവീനറുമായിരിക്കും. ഈ സമിതി സംസ്ഥാന തലത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, റവന്യൂ വകുപ്പ് സെക്രട്ടറി, വനം വകുപ്പ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ചേരുന്ന മറ്റൊരു നിയന്ത്രണ സമിതി കൂടി, അതായത് സംസ്ഥാന തലത്തിൽ നിയന്ത്രണ സമിതി കൂടി രൂപീകരിക്കും. സംസ്ഥാന തലത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിനും നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകുന്നതും ഈ സമിതിയുടെ ഉത്തരവാദിത്തമായിരിക്കും. ജില്ലാ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷനായും ജില്ലാ കളക്ടർ, SP, DFO, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർ അടങ്ങുന്ന ഒരു നിയന്ത്രണ സംവിധാനം ജില്ലാ തലത്തിലും രൂപീകരിക്കും. മാത്രമല്ല വന്യജീവി സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതികൾ നിലവിലുണ്ട്. ജാഗ്രതാ സമിതികളായിരിക്കും പ്രാദേശിക തലത്തിൽ വന്യജീവി സംഘർഷം തടയുന്നതിനും നടപടികൾ തയ്യാറാക്കുന്നതും ഇനി മുതൽ നടപ്പാക്കുന്നതും. ഇങ്ങനെ വലിയ തരത്തിലുള്ള ഒരു മാറ്റം സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ അതിന്റെ എണ്ണമടക്കം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ മന്ത്രിസഭാ യോഗം തീരുമാനമായി എടുത്തിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറായി നിയമിക്കും. അത് പ്രശ്നപരിഹാരത്തിന് ഒരു വലിയ രീതിയിൽ വരെ അല്ലെങ്കിൽ കുറയ്ക്കും, ആ പ്രശ്നപരിഹാരത്തിന് വലിയ രീതിയിൽ സഹായകരമാകും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല ഈ പ്രകൃതി ദുരന്ത സമയങ്ങളിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഒരുങ്ങുന്ന നിരീക്ഷണ സംവിധാനത്തിൽ സമാനമായി വനം വകുപ്പ് ആസ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ചുമതലയിൽ ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കുമെന്നും നിലവിൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ മതിയായ വാർത്താവിനിമയ സങ്കേതങ്ങൾ ഒരുക്കും. വന്യജീവി ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സമയാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ആധുനിക വിവരവിനിമയ സംവിധാനങ്ങൾ സജ്ജമാക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതയ്ക്കായി കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിക്കും. കൂടാതെ വന്യജീവി സംഘർഷങ്ങൾ ഇടപെട്ട് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഈ പ്രദേശങ്ങളിൽ നിയമിക്കുമെന്നും ഇതിന് സംസ്ഥാന വനംവകുപ്പ് മേധാവിയെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. തോട്ടമുടമകളോട് വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സംസ്ഥാന സർക്കാർ തന്നെ അഭ്യർത്ഥിക്കും. നിലവിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ ആവശ്യമായ ജീവനക്കാരെയും ഉപകരണങ്ങളെയും വാഹനങ്ങളും നൽകി ശക്തിപ്പെടുത്തും. നേരത്തെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഇന്നലെ നടന്ന 2 സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ തൃശ്ശൂരിലടക്കം ആക്ഷേപം ഉയർന്നത് ആ പ്രദേശത്ത് കൃത്യമായ ആളുകളെ ഇല്ല എന്നുള്ളതായിരുന്നു. ആ സാഹചര്യത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ കൂടി മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. സ്മിത, ഷഫീദ്, ഏതായാലും ഒരു ആശ്വാസകരമായ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം. കാരണം എത്രയോ നാളുകളായിട്ടുള്ള അവരുടെ ആവശ്യമാണ് ഈ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാകണം, അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഇതിപ്പോൾ ഉയർന്ന തലത്തിൽ മുതൽ, അത് മന്ത്രിതലത്തിൽ മുതൽ താഴെത്തട്ടിൽ വരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരെ കൃത്യമായ ഉത്തരവാദിത്വം നൽകുന്നു, ചുമതലകൾ നൽകുന്നു. ആ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ, അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും എന്ന ഒരു അത്തരത്തിലൊരു സൂചനകൾ വരുന്നുണ്ടോ? അതിനുള്ള ഏറ്റവും അടിയന്തര നടപടിയായി ഈ സമിതി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ടോ? എന്തെല്ലാമാണ് ഈ സമിതി അടിയന്തരമായി ചെയ്യുക? ഷഫീദ് റാവുത്തറാണ് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക ദുരന്ത അവസ്ഥയാണ്. അങ്ങനെ ഉള്ള ഒരു പ്രഖ്യാപനം എത്തിയിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ഇതിനു വേണ്ടിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, ഈ പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടി അതിന് ഏത് രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാകാം, ഈ രീതിയിൽ എങ്ങനെ അത് പരിഹരിക്കാം, ഇനിയും ഇത്തരത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെടരുത്, ഒരു ജീവൻ കൂടി പൊലിഞ്ഞു പോകരുത്, തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും അടിയന്തര നടപടികളാണ് വേണ്ടത്. അതിനായി
സംസ്ഥാനത്ത് ഒരു സമിതി സംസ്ഥാന തലത്തിൽ രൂപീകരിക്കുന്നു. ആ സംസ്ഥാന തലത്തിലുള്ള സമിതിയിൽ മന്ത്രി തലത്തിൽ മുതൽ താഴെത്തട്ടിൽ വരെയുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും, ജനപ്രതിനിധികൾ ഉണ്ടാകും. ആ സമിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, സമിതി ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക, ഇതൊക്കെ ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഫീദ്, സമിതിയുടെ പ്രവർത്തനം തീർച്ചയായിട്ടും അടിയന്തരമായുള്ള നടപടികളാണ്. എനിക്ക് തോന്നുന്നു അതാണ് വേണ്ടത്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, മുൻപെങ്ങുമില്ലാത്ത വിധം തന്നെ ഓരോ ദിവസവും ഓരോ രീതിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മനുഷ്യരുടെ ജീവനുകൾ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായ എന്ത് നടപടികളാണ് ഈ സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക? ഏത് രീതിയിലാണ് സമിതി പ്രവർത്തിക്കുക? സ്മിത, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൃത്യമായി തുരത്തി ഓടിക്കുന്നതിനടക്കമുള്ള സൗകര്യങ്ങളില്ല. അതിനുമപ്പുറത്തേക്ക് മയക്കുവെടി വെക്കുന്നതിനടക്കമുള്ള അനുമതിക്കായി കാത്തു നിൽക്കേണ്ട അല്ലെങ്കിൽ ഒരു വൈകല്യ സാഹചര്യം, ഇതടക്കം വലിയ തരത്തിൽ ആക്ഷേപമായി ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി ഈ മുഖ്യമന്ത്രി തലത്തിൽ അല്ലെങ്കിൽ മന്ത്രി തലത്തിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥത്തിലുള്ള 4 സമിതികൾ അക്കാര്യമൊക്കെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ദുരന്ത നിവാരണ വകുപ്പായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു വന്യജീവി ഇറങ്ങിയെങ്കിൽ, ആ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ, ആളുകൾക്ക് അത് ശല്യമായി മാറിയെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി ആയിരിക്കും ഇനി ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. അത് ഈ പ്രശ്നത്തിന്റെ ഒരു അടിയന്തര സ്വഭാവം പരിഗണിച്ചുകൊണ്ടും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മുൻപുണ്ടായ ചില വീഴ്ചകളടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ഈ റിപ്പോർട്ടിൽ ചില പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ MP ഡീൻ കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർ, നമ്മളിപ്പോൾ ഒരുപാട് നാളുകളായി ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതിനുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു, അവരുടെ സങ്കടങ്ങൾ പറയുന്നു. ഈ രീതിയിലൊരു സമിതി രൂപീകരിക്കുമ്പോൾ അതിൽ പ്രതീക്ഷയുണ്ടോ? സമിതിയുടെ പ്രവർത്തനങ്ങൾ അത് ഇവർക്ക് ഗുണകരമായ രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഉതകും എന്ന് തോന്നുന്നുണ്ടോ? തീരുമാനങ്ങളല്ല നമുക്ക് വേണ്ടത്, നടപടികളാണ്. പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി പല രീതിയിൽ അവർ വരുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും കണ്ടു കഴിഞ്ഞു. ഇതിപ്പോ ഞാന് രാവിലെ വരെ മൂന്നാറിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും ജില്ലാ കളക്ടറുടെയും ഒക്കെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തെ വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വനമന്ത്രി എനിക്ക് നൽകിയ കത്തിൽ പറഞ്ഞ ഉറപ്പുകൾ എന്തൊക്കെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ പ്രഖ്യാപനങ്ങളിൽ പലതും അതേപടി തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ RRT രൂപീകരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പോലും പലപ്പോഴും പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങിയ ഒരു കഥകളാണ് നമുക്കുള്ളതെങ്കിൽ അതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, യാതൊരു നടപടികളില്ലാതെ. അപ്പോൾ ഒരു പുതിയൊരു തലത്തിലേക്ക് പുതിയൊരു തീരുമാനം കൂടി വരുന്നു എന്നുള്ള ഒരു രീതി മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതിന്റെ പേരിൽ എന്തെങ്കിലും നേട്ടങ്ങൾ സമയബന്ധിതമായി നമ്മുടെ നാട്ടുകാർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ വന്യജീവി പ്രശ്നം പരിഹരിക്കപ്പെടുന്ന തരത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ആ തീരുമാനത്തെ അംഗീകരിക്കാൻ നിർവാഹമുള്ളൂ. അല്ലാത്തിടത്തോളം കേവലം പാഴ്വാക്കുകൾ, കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമായി അവസാനിക്കാനാണ് സാധ്യതയായിട്ടുള്ളത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് വയനാട്ടിലെ ഒരു പ്രശ്നമൊക്കെ വന്നപ്പോൾ വനം വകുപ്പ് മന്ത്രിക്കെതിരെ വനം വകുപ്പ് മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തിയില്ല, ഈ രീതിയിലുള്ള വിമർശനങ്ങൾ. ഇതിപ്പോൾ കൂടുതൽ മന്ത്രിമാർ, മുഖ്യമന്ത്രി അധ്യക്ഷനാകുന്നു. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം അത് കൃത്യമായി നടപ്പാക്കാൻ ഒരു കൂട്ടായ്മ, അത് തീർച്ചയായിട്ടും ഫലം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയില്ലേ അങ്ങേക്ക്? മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. കാരണം 8 വർഷം മുഖ്യമന്ത്രി ആയിട്ട് ഒരു പ്രസ്താവന വന്യജീവി സംഘർഷവുമായി നടത്താത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പല കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. കേന്ദ്രത്തിന് ഈ മന്ത്രിസഭയുടെ ഭാഗമായ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ സംസ്ഥാനത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ അദ്ദേഹം അജ്ഞനാണോ അതോ അക്ഷത നടിക്കുന്നതാണോ എന്നെനിക്കറിയില്ല. ഇനിയിപ്പോൾ അദ്ദേഹം അതിന്റെ ചെയർമാനായാലും എന്താണ് നടപടി എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ഏതായാലും സ്ഥിതിഗതികൾ ആശാവഹമല്ല, സ്ഥിതിഗതികൾ വളരെ ദോഷകരമായി തന്നെ തുടരുകയാണ്. ശരിയാണ്. നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ്. ശബ്ദത്തിൽ എന്തോ സാങ്കേതിക തകരാറുണ്ടെന്ന് തോന്നുന്നു. നന്ദി ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ താമരശ്ശേരി രൂപത ബിഷപ്പ് ഫാദർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ചേരുന്നുണ്ട്. ബിഷപ്പ് നമസ്കാരം. ഇപ്പോൾ ഈ കൂടുതൽ സംസാരം എന്നുള്ളതിനേക്കാൾ പ്രവൃത്തി, അതാണ് ഏറ്റവും പ്രധാനം വേണ്ടത്. കമ്മിറ്റികൾ രൂപീകരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് വേണ്ടതെന്നാണ് ഇപ്പോൾ ഇടുക്കി MP പ്രതികരിച്ചത്. അങ്ങേക്ക് എന്താണ് ഇക്കാര്യത്തിൽ ഈ സമിതി രൂപീകരിച്ചതിനെ കുറിച്ച് ആശാവഹമാണോ ഇത്തരത്തിലൊരു സമിതിയുടെ രൂപീകരണം? അതെ, തീർച്ചയായിട്ടും. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ എന്തെങ്കിലും ചെയ്യുന്നത്.
ഒരു ഒരു കേരളത്തിന്റെ തന്നെ ഒരു സംസ്ഥാന ദുരന്തമായിട്ട് ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തെ സർക്കാർ കാണുന്നത് കൂടുതൽ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ടെന്നുള്ള വിലയിരുത്തലായിരിക്കും ഉള്ളത്. നമുക്കത് കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടുകയാണല്ലോ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുറച്ചുകൂടെ നടന്നെടുക്കാൻ വളരെ എളുപ്പമായിട്ട് അതിനെ സഹായിക്കും. അതിനെ പ്രത്യേകമായിട്ട് പരിഗണിച്ചു എന്നുള്ളത് തന്നെ വലിയ ആശ്വാസം നൽകുന്നതാണ്. ഇനി അതിന് നടപടികൾ ഉണ്ടായാൽ മതി. അതിനനുസരിച്ച് ഒരു ദുരന്തമായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാന ദുരന്തമായി ഈ മൃഗ മനുഷ്യ സംഘർഷങ്ങള് അതിനെ പരിഗണിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അത് വാക്കുകളിൽ ഒതുങ്ങാതെ അത് യാഥാർത്ഥ്യമാകുമ്പോഴാണ് കർഷകർക്ക് ഒരു ആശ്വാസം ലഭിക്കുക. ബിഷപ്പ്, ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും, വയനാട്ടിൽ നിന്നാകട്ടെ ഇടുക്കിയിൽ നിന്നാകട്ടെ, ഇങ്ങനെ തുടർച്ചയായിട്ട് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നു. അവരുടെ ഒരു ജീവിതാവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വലിയ കഷ്ടമാണ്. കൃഷി ഭൂമി നശിപ്പിക്കുന്നു, അതുപോലെ കൃഷി നടത്താൻ കഴിയുന്നില്ല, പൈസയില്ല, കടം വരുന്നു. ഇങ്ങനെ വല്ലാതെ ദുരിതത്തിൽ നിൽക്കുന്ന ജനങ്ങളോട് നമ്മളിപ്പോൾ ഈ സമിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമിതി ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. പക്ഷേ ഏത് രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, അതിന് എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായ നടപടികൾ, പ്രവർത്തനങ്ങൾ അത് തുടങ്ങുക. പക്ഷേ ഈ രീതിയിലുള്ളൊരു സമിതി രൂപീകരിക്കുക എന്നതിനേക്കാൾ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം അത് തന്നെയാണോ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി ആകേണ്ടത്? ഇപ്പോൾ സത്വരമായിട്ട് ഇതിന് നടപടി എടുക്കേണ്ടത് ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിഭൂമിയിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, അതിനുള്ള അവകാശം കർഷകർക്ക് തന്നെ നൽകണം. നമ്മുടെ വീട്ടിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള അവകാശം ഒരു സാധാരണ വ്യക്തിക്കുണ്ടല്ലോ. അതുപോലെ തന്നെ അതാണ് ഏറ്റവും സത്വരമായിട്ട്. അത് ലഭിച്ചാൽ ഞങ്ങൾ കർഷകർ ബാക്കിയെല്ലാം ചെയ്തു കൊള്ളാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഈ സമിതിയുടെ മുമ്പാകെ ഞങ്ങളത് അവതരിപ്പിക്കും. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. നന്ദി ബിഷപ്പ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അതോടൊപ്പം തന്നെ അങ്ങയുടെ അഭിപ്രായം വ്യക്തമായി തന്നെ പറഞ്ഞു. സമിതി എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഒന്നുമില്ല എന്നുള്ളതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്തരത്തിലൊരു സമിതി രൂപീകരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ ആകട്ടെ, എത്രയും പെട്ടെന്ന് സത്വര നടപടികൾ സ്വീകരിക്കുക, അത് തന്നെയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ആ രീതിയിലാണ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ താമരശ്ശേരി അതിരൂപത ബിഷപ്പ് നമ്മളോട് പറഞ്ഞത്. വാർത്തയിലേക്ക് വീണ്ടും. വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭയുടെ തീരുമാനം. പ്രതിരോധ നടപടികളിൽ വനംവകുപ്പിനൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഭാഗമാകും. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മറ്റ് 4 വകുപ്പ് മന്ത്രിമാർ കൂടി വരുന്നു. ഇതിൻ്റെ ഒരു പ്രവർത്തനം പറയുമ്പോൾ നിലവിൽ തന്നെ ഈ പല ജില്ലകളിലും ഇപ്പോൾ നിലവിൽ വന്യജീവി ആക്രമണങ്ങൾ ഉള്ളിടത്ത് ജാഗ്രതാ സമിതികളുണ്ട്. ആ ജാഗ്രതാ സമിതികൾ തന്നെയാണ് മറ്റ് കൂടുതൽ ഉന്നത സമിതികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നേടിയതിനു ശേഷം പ്രവർത്തനങ്ങൾ. അത് ഏത് രീതിയിലാണ് ഈ ഏകോപനം നടക്കുക? നമുക്കറിയാവുന്ന പോലെ തന്നെ സാധാരണഗതിയിൽ സംസ്ഥാനത്ത് ഒരു വന്യജീവി ആക്രമണം ഉണ്ടായാൽ അക്കാര്യം ഏറ്റവും പ്രധാനമായും ഏകോപിപ്പിക്കുന്നത് വനം വകുപ്പാണ്. വനം വകുപ്പ് വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ പലതരത്തിൽ ചർച്ചയായതും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടി ഇക്കാര്യത്തിൽ ഏകോപിപ്പിക്കുന്നത്. സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ കാര്യക്ഷമമായുള്ള ഇടപെടൽ നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷ, അങ്ങനെ ഒരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് മുഖ്യമന്ത്രിയുടെ ഏകോപനത്തിൽ, മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഏകോപനത്തിൽ നടത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി മന്ത്രിമാർ തലത്തിൽ അടക്കം 4 പ്രത്യേക സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത്. ഒന്ന് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള മന്ത്രിമാരുടെ ഒരു സമിതി, വനം മന്ത്രിയും റവന്യൂ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രിയും ഉണ്ടാകും. ചീഫ് സെക്രട്ടറി കൺവീനറുമായിരിക്കും ഈ സമിതിയുടെ. രണ്ടാമത്തത് ഉദ്യോഗസ്ഥ സമിതിയാണ്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, റവന്യൂ വകുപ്പ് സെക്രട്ടറി, വനം സെക്രട്ടറി, അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും ആ സമിതിയിൽ ഉണ്ടാവുക. അത് സംസ്ഥാന സർക്കാർ തലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ, വളരെ അടിയന്തരമായി നടപ്പാക്കുക, ഉത്തരവിറക്കുകയായിരിക്കും ആ സമിതിയുടെ പ്രധാനപ്പെട്ട ജോലി. കൂടാതെ ഒരു ജില്ലാ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷനായി ജില്ലാ കളക്ടറും
SP-യും DFO അടക്കമുള്ള ആളുകളുമുള്ള ഒരു ജില്ലാ സമിതിയാണ്. ആ ജില്ലാ സമിതിയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സഹായകരമാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. കൂടാതെ നിലവിൽ ഇപ്പോൾ ഉള്ളതുപോലെ ജാഗ്രതാ സമിതികളുണ്ട്. ആ ജാഗ്രതാ സമിതികൾ പ്രാദേശിക തലത്തിൽ വന്യജീവി സംഘർഷങ്ങൾ തടയാനുള്ള നീക്കങ്ങൾ എടുക്കും. അവരെ ശക്തിപ്പെടുത്താൻ, അവർക്ക് കൂടുതൽ നിർദ്ദേശം നൽകാൻ മറ്റ് സമിതികളുടെ പ്രവർത്തനങ്ങൾ സഹായകരമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറായി നിയമിക്കുന്നു എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് ഒരുപക്ഷെ ഒരു മയക്കുവെടി അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വളരെ പെട്ടെന്ന് കഴിയും. മാത്രവുമല്ല, ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിൽ വരുമ്പോൾ നഷ്ടപരിഹാര തുക അടക്കം വളരെ പെട്ടെന്ന് നൽകാൻ കഴിയും എന്നുള്ള ഒരു സംവിധാനം കൂടി സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇപ്പോൾ ഈ കിഫ്ബി വഴിയുള്ള അനുവദിച്ചുള്ള 100 കോടി രൂപയ്ക്ക് പുറമെ 110 കോടി രൂപ കൂടി മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ സ്മിത, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതായത് ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഏകോപിപ്പിക്കാൻ കേരള, കർണാടക, തമിഴ്നാട് തലത്തിൽ ഒരു ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി കൂടി രൂപീകരിക്കും. സ്മിത. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേർന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്തെ പ്രത്യേക ദുരന്തം അങ്ങനെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ മന്ത്രിസഭയുടെ തീരുമാനം. പ്രതിരോധ നടപടികളിൽ വനം വകുപ്പിനൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഭാഗമാകും. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായാണ് സമിതി രൂപീകരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അനുമതി നൽകില്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഇപ്പോഴും ആ പ്രതിഷേധം അതങ്ങനെ തുടരുകയാണോ? കുടുംബം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? സ്മിത, നിലവിൽ ഈ കുടുംബം ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം, കുടുംബത്തിൽ ഒരാൾക്ക് ജോലി വേണം, കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം, ഒപ്പം തന്നെ ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സ്ഥാപിച്ചുകൊണ്ട് കർഷകർക്കും അവിടെയുള്ള ജനങ്ങൾക്കും ഒക്കെ സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഇത്തരം ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ തങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും അനുമതി നൽകില്ല എന്നുള്ള നിലപാടുമായാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇന്നലെ 3 മണിയോട് കൂടെയാണ് ഈ സംഭവം ഉണ്ടാവുകയും അബ്രഹാം എന്ന 70-കാരൻ കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. സംഭവം ഇത്രയേറെ സമയം പിന്നിട്ടിട്ടും കുടുംബം ഇതുവരെയും ഒരു അയവും വന്നിട്ടില്ല. ജില്ലാ കളക്ടർ അതുപോലെ തന്നെ കോഴിക്കോട് MP ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. ആ ചർച്ചകൾക്കൊടുവിൽ 2 ചർച്ചകളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇതേ നിലപാടുമായി കുടുംബം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിലെടുത്തുള്ള തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി ഇവരുമായി ഒരു ചർച്ച നടത്തും. ആ ചർച്ചയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിട്ടുവീഴ്ചക്ക് അവർ തയ്യാറാകുകയാണ് എങ്കിൽ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പോലീസും ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരും അറിയിക്കുന്നത്. പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നും. ഒപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. കോഴിക്കോട് നഗരമേഖലയിലും അതുപോലെ തന്നെ കക്കയത്തും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ നേരത്തെ എടുത്ത ഈ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. അവരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഈ ഒരു സാഹചര്യത്തിൽ പുതുതായി ഒരു ചർച്ച ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത്. കുടുംബം അനുമതി നൽകുകയാണ് എങ്കിൽ പോസ്റ്റ്മോർട്ടവും തുടർ നടപടികളും ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. സ്മിത. ശരി, ഉന്നയിച്ച ആവശ്യങ്ങൾ അത് അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സമീർ സി മുഹമ്മദ് നമുക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു. കക്കയം ഫോറസ്റ്റ് ഓഫീസ് ഇപ്പോൾ നാട്ടുകാർ ഉപരോധിക്കുന്നു. രാഹുൽ സുരേഷ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. രാഹുലിന് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ നാട്ടുകാർ? ഈ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നു. അവരുടെ കുടുംബത്തിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ പ്രതിഷേധം? സ്മിത, നമ്മളിപ്പോൾ ഉള്ളത് കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ്. രാവിലെ മുതൽ ആരംഭിച്ച സമരം ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. ദൃശ്യങ്ങളും കാണുന്ന പോലെ തന്നെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കം നിരവധി ആളുകളാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്ന 3 ചർച്ചകളും തുടരെ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാൻ ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീരുമാനമായിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ താമരശ്ശേരി ബിഷപ്പ് സ്ഥലത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം കൂടി ഇവിടെ എത്തിയ ശേഷം ആളുകളെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഈ തുടർ സമരം പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താമരശ്ശേരി ബിഷപ്പ് തന്നെ അറിയിക്കുമെന്നാണ് നിലവിൽ ഇവിടെയുള്ള നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും രാവിലെ 10 മണിക്കൊരു ചർച്ചയുണ്ടായിരുന്നു. 12 മണിക്ക് വനം വകുപ്പും ജനപ്രതിനിധികളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും തമ്മിൽ ചർച്ചയുണ്ടായിരുന്നു. അല്പം മുമ്പ് മന്ത്രിതലത്തിലും ഒരു ചർച്ച നടന്നു. ഇങ്ങനെ തുടർച്ചയായ ചർച്ചകൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ നീങ്ങിയിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്ന അനുസരിച്ച് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, അതോടൊപ്പം കുടുംബത്തിലെ ഒരാൾക്ക്
സർക്കാർ ജോലി നൽകുക, ഈ കക്കയത്ത് ദിവസങ്ങളായി തുടരുന്ന വന്യമൃഗ ശല്യത്തിന് തക്കതായ ഒരു പരിഹാരം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യങ്ങളിൽ ഉടൻ തന്നെ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. മുമ്പ് സമീർ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴും അബ്രഹാമിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടില്ല, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് കക്കയത്തെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ അദ്ദേഹത്തെ കാട്ടുപോത്ത് ആക്രമിക്കുന്നതും അതീവ ഗുരുതരമായി പരിക്കേൽക്കുന്നതും തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. ഈ മരണം സംഭവിച്ച് 24 മണിക്കൂർ കഴിയുമ്പോഴും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സമരം ശക്തമാക്കാൻ നാട്ടുകാർ ഉപരോധിക്കുന്നു. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് രാഹുൽ സുരേഷ്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കോതമംഗലത്ത് വീണ്ടും നാടകീയ നീക്കവുമായി പോലീസ്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. പൊതുമുതൽ നശിപ്പിച്ചതിന് മൂവാറ്റുപുഴ DYSPക്ക് ലഭിച്ച പുതിയ പരാതിയിലാണ് അറസ്റ്റ് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും കോടതി മുറിക്കുള്ളിൽ കയറി. കോടതി വളപ്പിൽ വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇതെന്താണ് സംഭവിക്കുന്നത്? ഒരു പരാതി, അതിലുള്ള നടപടികൾ, കോടതി നടപടികൾ നടക്കുന്നു, അതിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പരാതിയിലേക്ക്, ആ പരാതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുകയാണോ? ഒരു സ്റ്റണ്ട് പടത്തെ വെല്ലുന്ന സീനാണ് അല്പസമയം മുമ്പ് ഈ കോതമംഗലം കോടതിയിൽ കാണാൻ സാധിച്ചത്. അതായത് രാവിലെ ഈ കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ MLAയും മുഹമ്മദ് ഷിയാസും ജാമ്യമെടുക്കുന്നു. ഉച്ചയോടുകൂടി ഇരുവർക്കും ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നു, മാധ്യമങ്ങളെ കാണുന്നു. ആ മാധ്യമങ്ങളെ കണ്ടൊന്ന് തിരിയുമ്പോൾ തന്നെ വീണ്ടും മുഹമ്മദ് ഷിയാസിനെ കസ്റ്റഡിയിലെടുക്കാൻ AJ തോമസ് മൂവാറ്റുപുഴ DYSP രംഗത്ത് വരുന്നു. കോൺഗ്രസ് പ്രവർത്തകരും മാത്യു കുഴൽനാടനും അടക്കമുള്ളവർ തടയുന്നു. അപ്പോഴാണ് പറയുന്നത് ഒരു PDPP പൊതുമുതൽ നശിപ്പിക്കൽ കേസ് ഷിയാസിനെതിരെ ഉണ്ട് എന്നുള്ളത്. അതിൽ പോലീസിന്റെ വാഹനത്തിന്റെ താക്കോൽ മോഷ്ടിച്ചു എന്നൊരു കുറ്റം കൂടിയുണ്ട്, അതിനാൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. തൊട്ടു പിന്നാലെ മുഹമ്മദ് ഷിയാസ് കോടതി മുറിയിലേക്ക് കയറി. ഇപ്പോൾ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ജാമ്യം കിട്ടിയാൽ അദ്ദേഹത്തിന് ഇപ്പോൾ മറ്റ് 2 കേസുകളിൽ കൂടി ജാമ്യം കിട്ടിയതിനാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാം. ഇനി അഥവാ ജാമ്യം തള്ളുകയാണെങ്കിൽ റിമാൻഡിലേക്ക്, ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അടക്കം പോകാനുള്ള സാധ്യതയുണ്ട്. പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാൻ നേരത്തെ ആ പഴയ 2 കേസിൽ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു, പക്ഷേ അത് കോടതി തള്ളുകയും ചെയ്തതാണ്. പക്ഷേ ഇത് പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ്. അല്പസമയത്തിനകം ഈ കേസ് പരിഗണനയ്ക്കെടുക്കുകയും ചെയ്യും. വലിയ നാടകീയമായ സംഭവങ്ങളാണ് നടന്നത്. ഇപ്പോഴും കോടതിക്കുള്ളിലും പുറത്തും പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. കോടതിയുടെ തീരുമാനമനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ. ശരി, ശ്രീകാന്താണ് കോതമംഗലത്തു നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, പേട്ട കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളുമായി തെളിവെടുപ്പിനെത്തിയിരിക്കുകയാണ്. റെയിൽവേ ട്രാക്കിലൂടെ പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, എപ്പോഴാണ് ഇയാളെ തെളിവെടുപ്പിനെത്തിച്ചത്? നാട്ടുകാരുടെ ഒരു പ്രതിഷേധം സ്വാഭാവികമായും അവിടെ ഉണ്ടാകുമല്ലോ. ആ രീതിയിൽ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? കൂടുതൽ പോലീസ് വിന്യാസമുണ്ടോ? സ്മിതാ, നാട്ടുകാരുടെ രോഷം സംഭവം സംബന്ധിച്ച് തെളിവെടുപ്പ് നടത്തുന്നത് പോലീസിന്റെ. ആദ്യം ഈ പേട്ട റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ആ തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം ഇയാൾ കൊടുത്ത മൊഴി അനുസരിച്ച് ഈ റോഡിലൂടെ, അതായത് ഈ ഓൾസൈൻസിന് സമീപമുള്ള റോഡിലൂടെ വന്നു എന്നുള്ളതാണ്. കുട്ടിയെ എടുക്കുന്നതിനായി വന്നു എന്നുള്ളതാണ് ഇയാൾ പറയുന്ന മൊഴി. അതനുസരിച്ച് ഈ റോഡിലേക്കും തെളിവെടുപ്പ് നടത്തി പൂർത്തിയാക്കി. പിന്നെ ഈ നാടോടി കുടുംബം കിടന്നിറങ്ങിയ ഈ ഓൾസൈൻസ് കോളേജിന് സമീപമുള്ള, അതായത് ഈ ബ്രഹ്മോസിന് സമീപമുള്ള ഈ ഗ്രൗണ്ടിൽ, കുട്ടിയെ എടുത്തുകൊണ്ടുപോയ ഈ ഗ്രൗണ്ടിലും ഈ പ്രതിയെ എത്തിച്ച തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ഇയാൾ പറയുന്നത് അന്ന് രാത്രി 12 മണിക്കും 1 മണിയിലാണ് അയാൾ ഇവിടെ എത്തിയത്. അതിനുശേഷം ഈ മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ 2 വയസ്സുകാരിയെ പോയി എന്നുള്ളതാണ് പറയുന്നത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ അവിടെ പിന്നീട് ഈ കുട്ടിയെ കൊണ്ടുവച്ചു എന്ന് പറയപ്പെടുന്ന ബ്രഹ്മോസിന് പുറകിലുള്ള ഈ പൊന്തക്കാട്ടിൽ, അതായത് ഈ വട്ടക്കായലിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ, ഈ റെയിൽവേ ട്രാക്കിന് സമീപം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള യാതൊരു
റെയിൽവേക്ക് ഇപ്പോൾ പ്രതി എത്തിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ റെയിൽവേ ട്രാക്കിലൂടെ ഏകദേശം ഈ നടോടി കുടുംബം കിടന്നുറങ്ങിയ സ്ഥലത്ത് നിന്ന് 700 മീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട്. അവിടേക്ക് ഇപ്പോൾ പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ ഒരു നീക്കം. ഇയാൾ പറയുന്നതനുസരിച്ച് രാത്രി ഈ 12 മണിക്ക് 1 മണിക്ക്, അതായത് വർക്കലയിൽ നിന്നും കൊല്ലത്ത് നിന്നും വർക്കലയിലേക്ക് ട്രെയിനിൽ കയറി അതിനുശേഷം ട്രെയിനിൽ നിന്ന് ഉറങ്ങിപ്പോവുകയും പേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ ഇറങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. അതനുസരിച്ചാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം പിന്നീട് അയാൾ അവിടെ നിന്നും ഈ ബ്രഹ്മോസിന്റെ, അതായത് ഈ ഓൾ സയൻസിന് സമീപമുള്ള ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. ഈ കുട്ടിയെ കാണുന്നു എന്നുള്ളതാണ്. ഇതിന് സമീപമുള്ള ഈ വെയിറ്റിംഗ് ഷെഡിൽ കുറെ നേരം ഈ കുട്ടിയെയും ഈ കുടുംബത്തെയും നിരീക്ഷിക്കുന്നു. ഇതിനുശേഷമാണ് ഈ കുട്ടിയെ എടുത്തു എന്നുള്ളതാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴി. ആ വെയിറ്റിംഗ് ഷെഡ് അടക്കമുള്ളിടത്ത് ഈ ഫോറൻസിക് വിദഗ്ധരടക്കം പോലീസും അടക്കമെത്തി ഈ തെളിവെടുപ്പ് നടത്തുകയാണ്. ഇപ്പോൾ ഇതിനുശേഷം ഈ കുട്ടിയെ കൊണ്ടുവച്ച ഇപ്പോൾ പ്രതിയെ പിഞ്ചുകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻകുട്ടിയുമായുള്ള തെളിവെടുപ്പാണ്. വിവിധയിടങ്ങളിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഹരികൃഷ്ണനാണ്. കണ്ണൂരിൽ കെ സുധാകരന് വേണ്ടി പോസ്റ്റർ പ്രചാരണം. മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് കെ സുധാകരൻ അറിയിച്ചതിനെ തുടർന്ന് മണ്ഡലത്തിൽ ആശയക്കുഴപ്പം തുടരുമ്പോഴാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കണ്ണൂരിൽ LDF NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം 1ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് പുരോഗമിക്കുകയാണ്. എന്നാൽ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. കെ സുധാകരൻ വീണ്ടും കണ്ണൂരിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല. നേതൃത്വം സുധാകരനോട് മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. അതിനിടെയാണ് കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ കെ സുധാകരനെ വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രചാരണ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കണ്ണൂർ അഴീക്കോടും കണ്ണൂർ സിറ്റിയിലും മലയോര പ്രദേശങ്ങളിലും സമാനമായി ഈ പോസ്റ്ററുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുമ്പോഴും പ്രവർത്തകരെ സംബന്ധിച്ച് ഇനി കാത്തിരിക്കാൻ സാധിക്കില്ല എന്നൊരു സൂചന ആണ് ഇത്തരം പോസ്റ്ററുകൾ പതിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മറ്റ് 2 മുന്നണികളും അവരുടെ പ്രചാരണത്തിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ കെ സുധാകരനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അഴീക്കോടാണ്. അഴീക്കോട് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സുധാകരന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയും വന്നിട്ടില്ല. അഴീക്കോട് നിന്നും അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24. കിഫ്ബി കേസിൽ ഡോക്ടർ TM തോമസ് ഐസക് വെള്ളം കുടിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കോടതിയുടെ ഒരു പരിരക്ഷയും ഐസക്കിന് ലഭിക്കില്ല. KM ബാലഗോപാൽ പോലും കിഫ്ബി മുന്നോട്ട് വയ്ക്കുന്നില്ല. PC ജോർജ് തുഷാർ തർക്കം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും കെ സുരേന്ദ്രൻ 24-നോട്. ഐസക്കിന് എന്താ കൊമ്പുണ്ടോ? അദ്ദേഹം കിഫ്ബി വഴി നടത്തിയ കോടാനുകോടി രൂപയുടെ തട്ടിപ്പുണ്ട്. കേരളത്തെ പണയപ്പെടുത്തി, ജനങ്ങളെ പണയപ്പെടുത്തി, ചെറിയ പലിശയ്ക്ക് കിട്ടുമായിരുന്ന വായ്പ അധികം പലിശയ്ക്ക് വാങ്ങി അദ്ദേഹം കമ്മീഷൻ അടിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഐസക്കിനെതിരെ ഉള്ളത്. ഐസക്ക് വെള്ളം കുടിക്കാതെ പോവില്ല. കാരണം ഐസക്ക് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു അവസാനത്തെ അടവാണിത്. ഐസക്കിന് ഹാജരാവേണ്ടി വരും. ഐസക് നിയമത്തിന് അതീതനല്ല. ഐസക് കേരളത്തെ വഞ്ചിച്ചയാളാണ്. ഐസക് അഴിമതി നടത്തിയ ആളാണ്. കിഫ്ബിയുടെ പേരിൽ നടത്തിയ മസാല ബോണ്ട്, അത് കേരളത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കിയതാണ്. അതിനകത്ത് കമ്മീഷൻ അടിച്ചിരിക്കുകയാണ് ഐസക്. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.